രണ്ട് ബ്രെഡുകൾക്കിടയിൽ വെജിറ്റബിളോ മീറ്റോ വെച്ച് ഫിൽ ചെയ്തിരിക്കുന്ന ഒരു ലൈറ്റ് ഫുഡ് ആൻഡ് സാൻഡ്. ബൈബിളിൽ ഒരു സാൻഡ്വിച്ച് എന്താണെന്നല്ലേ? ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 40 മുതൽ 56 വരെയുള്ള വാക്യം. രണ്ട് അത്ഭുതമാകുന്ന ബ്രെഡിന്റെ ഉള്ളിൽ വിശ്വാസം ഫിൽ ചെയ്തിരിക്കുന്ന ഒരു സ്പിരിച്വൽ സാൻഡ്വിച്ച്. എന്നാൽ ഈ രണ്ട് അത്ഭുതങ്ങളും രണ്ട് ഫ്ലേവറാണ്. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഈശോ പോലും അറിയാതെ അവന്റെ വസ്ത്രത്തിൽ തൊട്ട് സുഖം പ്രാപിക്കുന്ന 12 വർഷത്തോളം രക്തസ്രാവമുള്ള അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഉള്ള ഒരു സ്ത്രീ. അന്നും ഇന്നും നമ്മുടെ സമൂഹത്തിലും മതത്തിലും സ്ത്രീകളെ ഒറ്റപ്പെടുത്തുന്നതും അശുദ്ധരായി കാണുന്നതും അവരുടെ ശരീരഘടനയുടെ തന്നെ ഭാഗമായ ആർത്തവം അഥവാ മെൻസ്ട്രേഷനാണ്. ലേവ്യരുടെ പുസ്തകപ്രകാരം സുവിശേഷത്തിലെ ഈ സ്ത്രീ 12 വർഷമായി സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവളും സമൂഹത്തിന്റെ മുൻപിൽ അശുദ്ധയുമാണ്. എന്നാൽ അവളുടെ ഒറ്റപ്പെടലിന്റെയും ശാരീരിക വേദനയുടെ ഗാഢതയിൽ നിന്നുമുള്ള അഗാധമായ വിശ്വാസമാണ് ദൈവത്തെ പോലും അവിടെ കീഴ്പ്പെടുത്തുന്നത്. അവൾ സുഖപ്പെട്ടു എന്ന് അറിഞ്ഞ ഈശോ അവളോട് പറയുന്നത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ്. രണ്ടാമത്തെ അത്ഭുതം ജൈറോസിന്റെ മകളെ സുഖപ്പെടുത്തുന്നതാണ്. തന്റെ മകൾ മരിച്ചു എന്ന വിവരം അറിയുന്ന ജൈറോസിനോട് ഈശോ പറയുന്നത് ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക, അവൾ സുഖം പ്രാപിക്കും. ദൈവത്തെ എങ്ങനെ കീഴ്പ്പെടുത്തും? നമ്മൾ പറയുന്നത് ദൈവത്തെ എങ്ങനെ അനുസരിപ്പിക്കും? ലൂക്കാ സുവിശേഷകൻ പറയും, മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള ദൈവത്തെ കീഴ്പ്പെടുത്താനുള്ള ഏറ്റവും വലിയ ഉപകരണം വിശ്വാസമാണ്. ചോദ്യങ്ങളില്ലാതെ, കാരണങ്ങളില്ലാതെ, യുക്തികൾക്കപ്പുറം ദൈവത്തിലുള്ള അഗാധമായ വിശ്വാസം. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. വിശ്വസിക്കുക, നമ്മളും നമ്മുടെ കുടുംബവും രക്ഷ പ്രാപിക്കും.